നമ്മൾ ഉപയോഗശൂന്യമെന്ന് കരുതി ഉപേക്ഷിക്കുന്ന സാധനങ്ങളുടെ മൂല്യം ചിലപ്പോൾ തിരിച്ചറിയുന്നത് മറ്റുള്ളവരായിരിക്കും. അങ്ങനെ ഒരു കഥയാണിനി. കൊച്ചി പോർട്ട് ട്രസ്റ്റ് ആക്രി എന്ന് കരുതി ലേലം ചെയ്ത 105 വർഷം പഴക്കമുള്ള ML വാസ്കോ എന്ന ബോട്ടിന്റെ മൂല്യം തിരിച്ചറിഞ്ഞത് ഒരു സ്ക്രാപ്പ് ഡീലറാണ്. ആധുനിക കൊച്ചിയുടെ ശില്പിയായി പരിഗണിക്കപ്പെടുന്ന റോബർട്ട് ബ്രിസ്റ്റോ ഉപയോഗിച്ച ബോട്ടായിരുന്നു ML വാസ്കോ. ലേലത്തിനെടുത്ത ബോട്ടിന്റെ അറ്റകുറ്റപ്പണികൾ ഏറെക്കുറെ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ 105 വയസ്സുള്ള ബോട്ടിനെ കൊച്ചിയെ അറിയാനെത്തുന്നവർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാനാണ് സിതാര ഗ്രൂപ്പിന്റെ തീരുമാനം. കൊച്ചി തോപ്പുംപടിയിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാവുന്ന ഈ ബോട്ട് ഇത് വെറുമൊരു ബോട്ടല്ല. 1921 പുറത്തിറങ്ങിയ ML വാസ്കോ എന്ന ബോട്ടാണിത്. ഈ ബോട്ട് കൊച്ചി തുറമുഖത്തിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന, ആധുനിക കൊച്ചിയുടെ ഒക്കെ പിതാവായിട്ട് അറിയപ്പെടുന്ന സർ റോബർട്ട് ബ്രിസ്റ്റോ ഉപയോഗിച്ചിരുന്ന ബോട്ടാണ്. റോബർട്ട് ബ്രിസ്റ്റോയുടെ ബോട്ട് എങ്ങനെ ഇവിടെ എത്തി എന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട്. അത് കേൾക്കാം. കൊച്ചി പോർട്ട് ട്രസ്റ്റ് 2010 ലേലത്തിന് വെച്ച ഈ ബോട്ട് അന്ന് ലേലത്തിന് പിടിച്ചത് അബി സിത്താരയും ഷാജി സിത്താരയുമാണ്, സഹോദരന്മാരാണ്. ഈ ബോട്ട് ലേലത്തിന് എടുക്കുന്ന സമയത്ത് അറിയാമായിരുന്നു ഇത് റോബർട്ട് ബ്രിസ്റ്റോ ഉപയോഗിച്ചിരുന്ന ബോട്ടാണെന്ന്? ഇല്ല, ഞങ്ങൾ ഇഷ്ടംപോലെ ബോട്ടുകളും കപ്പലുകളും എടുത്ത് പൊളിക്കുന്ന ആൾക്കാരാണ്. പിന്നീട് ഞങ്ങളത് എടുത്ത് വൈകുന്നേരം പിറ്റേത്തെ പേപ്പറിലാണ് ഞങ്ങൾ കണ്ടത് ഇത് റോബർട്ട് ബ്രിസ്റ്റോ ഉപയോഗിച്ചാണെന്ന് പറഞ്ഞ പേപ്പറിലെ ന്യൂസ് കണ്ട്. കൊച്ചി എന്താണെന്ന് കാണിച്ച ഒരു വ്യക്തിയാണ്. അപ്പം അങ്ങേര് സഞ്ചരിച്ച ഒരു ബോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ആ കാലഘട്ടത്തിൽ ഏറ്റവും വ്യക്തമായ ഒരു കാഴ്ചപ്പാട് കാണിച്ചു കൊടുക്കുന്ന ഒരു അടിസ്ഥാന സാധനം ഇതാണ്. അതുകൊണ്ടാണ് ഇത് സൂക്ഷിച്ചു വെക്കാനെന്ന് ചോദിച്ചത്. നമുക്ക് ഏതായാലും ഈ ബോട്ട് ഒന്ന് കണ്ടുവരാം. ഇതിനകത്തേക്ക് ഇറങ്ങുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇത് ഇത്തിരി പൊക്കുക, ഇപ്പം എത്ര ഉയരം കൂടിയ ഒരാൾക്കും ഇതിനകത്തേക്ക് അനായാസം ഇറങ്ങാവുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെയും അതേപോലെ തന്നെ ശരിയാണ് ഇറങ്ങാൻ പറ്റും അല്ലേ? അതേപോലെ ഇതിങ്ങനെ പൊക്കി വെക്കുന്നു, ഇങ്ങനെ ഇതുവഴി ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ താഴോട്ടേക്ക് പോകാൻ പറ്റും അല്ലേ? വളരെ കോമ്പാക്റ്റ് ആയിട്ടാണ് ഈ ബോട്ടിന്റെ ഒരു നിർമ്മിതി. നമുക്ക് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ മനസ്സിലാവും ഉള്ളു മുഴുവൻ തേക്കിലാണ്. ഇതാ ഇവിടെ ഇരിക്കുന്ന സ്ഥലം, ഈ സ്രാങ്കിരിക്കുന്ന സ്ഥലം ഒക്കെ നമുക്ക് കാണാം. ഇതൊക്കെ ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പുതിയ ബെൻസ് കാറിന്റെ ഒക്കെ സ്റ്റിയറിംഗ് പോലെ തന്നെയാണ് ഇപ്പൊ കണ്ടിട്ട് തോന്നുന്നത്. ഇങ്ങനെ നമ്മൾ കാണുന്ന സമയത്ത് ഈ 100 കൊല്ലത്തിന്റെ കൊച്ചിയുടെ ഒരു ചരിത്രം കൂടിയാണ് ഈ ബോട്ട്. ഇതിനെപ്പറ്റി പിന്നീട് നമ്മൾ കൂടുതൽ പഠിക്കാൻ വേണ്ടി നമ്മൾ നോക്കിയ ആ സമയത്താണ് ബ്രിസ്റ്റോ സാഹിബ് എഴുതിയ കൊച്ചിൻ സാഗ എന്ന ബുക്കിൽ കൂടുതലായിട്ട് ഇത് അദ്ദേഹം ഇവിടെ വന്നിറങ്ങുമ്പോൾ എന്നെയും കാത്തിവൾ കിടപ്പുണ്ടായിരുന്നു എന്നാണ് ആ ബുക്കിൽ ഈ ബോട്ടിനെ പറ്റി പ്രതിപാദിക്കുന്നത്. പുറമേ നിന്ന് കാണുമ്പോൾ മേശയെന്ന് തോന്നുന്ന ഈ ഭാഗം, ഇതാണ് ഈ ബോട്ടിന്റെ ഹൃദയം. ഇവിടെയാണ് ഇതിന്റെ എഞ്ചിൻ സമർത്ഥമായിട്ട് ഒളിപ്പിച്ചിരിക്കുന്നത്. ഇത് 2 സിലിണ്ടർ കിർലോസ്കർ എഞ്ചിനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ബോട്ടിന് യാതൊരുവിധ ട്രോളിങ്ങും ഇല്ലാതെ ഏത് തിരമാലയിലും ഓടിക്കാവുന്നതാണ്. അപ്പം അദ്ദേഹം ഇതിൽ സഞ്ചരിച്ച് ഇതിൻ്റെ ഒഴുക്കിനെ പറ്റി, ഇവിടുത്തെ ഒഴുക്കിനെ പറ്റിയൊക്കെ ഇതിൽ സഞ്ചരിച്ചുകൊണ്ടാണ് കടലിലേക്ക് ചെന്നിട്ട് കടലിൽ അതിൽ പറയുന്നത് ഉണക്ക തേങ്ങ പെയിൻ്റ് അടിച്ചിട്ടിട്ട് ആണ് അദ്ദേഹം ഇതിൻ്റെ കടലിലെ ഒഴുക്ക് എങ്ങോട്ടാണെന്ന് അറിഞ്ഞിരുന്നത്. അതെല്ലാം ഈ ബോട്ടിൽ സഞ്ചരിച്ചാണ് ഇത്. ഇതിലൊന്നും നിങ്ങൾ അധികം പണിയെടുക്കേണ്ടി വന്നിട്ടില്ല? ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ പോളിഷ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. സ്ക്രാപ്പ് എന്ന് പറഞ്ഞാണ് നമ്മൾ എടുത്തത്. പക്ഷെ അത് ലോറിയിൽ കയറ്റുമ്പോഴാണ് ഇത് മൂല്യം ഉള്ളതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകും. ഡ്രൈവർ കേബിൻ കഴിഞ്ഞാൽ പിന്നെ ഈ ബോട്ടിനുള്ള മറ്റൊരു ഭാഗമാണിത്. ഈ ഭാഗത്ത് ഇരുന്നാൽ നമുക്ക് കാണാം ഇതിന്റെ ജനാലകളൊക്കെ ഇങ്ങനെ സ്ലൈഡിംഗ് ഡോർസ് ഒക്കെയാണ്. കംപ്ലീറ്റ് ബ്രാസ് ഐറ്റമാണ് കംപ്ലീറ്റ് കൂടുതലും ഇതിൽ. ഒരു നിർമ്മാണത്തിന് ബ്രാസും തേക്കും രണ്ടും ഐറ്റമാണ് ഇതിൽ ഉപയോഗിച്ചാണ്. താഴെ ചെമ്പിന്റെ ഷീറ്റ്. എഞ്ചിന്റെ പ്രവർത്തനം നിന്ന് പോയി കഴിഞ്ഞാൽ മാനുവലി നമുക്ക് ഇവിടെ നിന്നായാലും ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഭാവിയിൽ ഇനി ബിനാല അങ്ങനെയുള്ള എക്സിബിഷൻസ് വന്നാൽ പോലും അവരായിട്ട് പോലും ഞങ്ങൾ അസോസിയേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് യാതൊരു പ്രോബ്ലം ഇല്ല. ഈ ബോട്ട് വെള്ളത്തിൽ ഇറക്കാൻ പറ്റുമോ? ഇല്ല, വെള്ളത്തിൽ ഇറക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇതിന്റെ മെക്കാനിസവും കാര്യങ്ങളും ഈ ഒരു തലമുറക്ക് അറിയില്ല. ഒരു നാടിനെ അറിയുക എന്നാൽ അതിന്റെ ചരിത്രം മനസ്സിലാക്കുക എന്നത് കൂടിയാണ്. ചരിത്രം മനസ്സിലാക്കാതെ കൊച്ചി പോർട്ട് ട്രസ്റ്റ് സ്ക്രാപ്പിൽ തള്ളി ML വാസ്കോയ്ക്ക് പുതുജീവൻ നൽകിയിരിക്കുകയാണ് ഇവർ. ഇനി കൊച്ചിയുടെ ചരിത്രം പറയാൻ ML വാസ്കോ ഇവിടെ ഉണ്ടാവും.